ആണ്ടവരുടെ നാമയപ്പെടുമാറാട്ട്. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കത്ത് ദിവസം നൽകിയിരിക്കെ ആണ്ടവരുടെ ഈ കത്ത് ദിവസത്തിൽ നമുക്ക് ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം, ആണ്ടവരെ നമുക്ക് പുകഴ്ത്താം, ആണ്ടവർക്ക് നമുക്ക് മഹിഴ്വാം. നമുക്ക് നമ്മുടെ എപ്പിസോഡ് 111 നമ്മൾ പോയിടാം. 111 നമ്മൾ ബൈബിൾ സ്റ്റഡി താൻ ഇങ്ങനെ പണ്ണുന്ന ബൈബിൾ സ്റ്റഡിയിൽ ഫിലിപ്പിയ ലേഖനം 2:9 തൊട്ട് നമുക്ക് വാസിച്ചിടാം. ഫിലിപ്പിയ ലേഖനം 2:9 തൊട്ട് നമുക്ക് വാസിച്ചിടാം. എന്നെ ആണ്ടോർ നമ്മളുടെ ഇന്ന പേസിൽ നമുക്ക് പാക്കലാം. 8 നമ്മൾ വാസിച്ചാച്ചേ എന്നെ വാസിച്ചാച്ചേ അവൻ തന്നെ താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അവന് മനുഷ്യനായി അവൻ ഈ ലോകത്തിൽ വന്നിട്ട് അവൻ ലോകത്തിൽ അതേപോലെ തന്നെ ജീവിച്ചാച്ചേ എന്ന് നമ്മൾ വാസിക്കുന്നത്. അത് മറ്റുമല്ല എന്നാ പിന്നെ വാക്കുന്നത് വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെത്താൻ താഴ്ത്തി എന്ന് ചൊല്ലിയാൽ അവൻ തന്നെത്താൻ താഴ്ത്തി എന്ന് നമ്മൾ ചൊല്ലിയാൽ നമ്മൾ നേരത്തെ വിസാരിച്ച പോലെ എന്നത് അവൻ ആണ്ടവരായിരുന്നിട്ടും അവൻ മനുഷ്യനായിട്ട് ജന്മം എടുത്താച്ചേ. മനുഷ്യനായിട്ട് ജന്മം എടുത്തെന്ന് ചൊല്ലിയാൽ ദാസനായി ജന്മം എടുത്താച്ചേ. ദാസൻ എന്ന് ചൊല്ലിയാൽ സാത്താൻ്റെ അടിമയായ നമ്മുടെ കൂടെ അവൻ വരുവാൻ തക്കോണം അവൻ തന്നെത്താനെ അത്രമാത്രം താഴ്ത്തി. അത് മറ്റുമല്ല, അവൻ ഒരു അടിമയുടെ വയറ്റിൽ നിന്നും അവൻ ജനിച്ചാച്ചേ. അവന് ഒരു മനുഷ്യനായി തീർന്നാച്ചേ. അവൻ ഒരു വിധത്തിൽ ചൊല്ലിയാൽ അവൻ സാത്താൻ്റെ അടിമ എന്ന് വേണമെങ്കിൽ ചൊല്ലാം. എന്നാൽ സാത്താൻ നമ്മൾ ഇങ്ങ് വാസിക്കുന്ന പിശാച് എന്നെ പണുവാ. പിശാചിന് അവൻ ഒരു രീതിയിലും അവന് പാപം ഇല്ലായിരുന്നു എന്ന് നമ്മൾ വാസിച്ചു. അവന് പാപം ഇല്ലാത്തവൻ പാപം അവൻ അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ വാസിച്ചു. അവന് പാവം അറിഞ്ഞിട്ടില്ല. അവൻ എന്നാ പണിയാച്ചേ, അവൻ ഒരു നീതിമാനായിട്ട് അല്ലെങ്കിൽ ഒരു ആണ്ടവർക്ക് വിശ്വസ്തനായിട്ട് അവൻ ജീവിച്ചാച്ച്. അതുകൊണ്ട് താൻ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ വാസിക്കുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു. ആണ്ടവർ തകപ്പനായ ആണ്ടവർ അവനിൽ പ്രസാദിച്ച മനുഷ്യൻ താൻ അവൻ കാരണം അവൻ പാപം ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, 3.5 വർഷം താണ്ടി കഴിഞ്ഞിട്ട് എന്നാ നമ്മൾ പാർത്താച്ച് പിന്നെയും ആ മറുവ മലയിൽ അല്ലെങ്കിൽ ആ മലയിൽ വെച്ച് പത്രോസും ആന്ത്രിയോസും യോഹന്നാനും ഇരിക്കുമ്പോൾ അങ്ങേലിയും മൂസായി ഇരിക്കുമ്പോൾ അവർ ചൊല്ലിയ ഒരു കാര്യം, ഞങ്ങൾ ഇങ്ങ് 3 കൂടാരം ഉണ്ടാക്കിയിടാമെന്ന് ചൊല്ലിയാച്ചേ. എന്നാൽ നമ്മൾ പാക്കുന്നത് ആണ്ടവർ തപ്പനായ ആണ്ടവർ എന്നാ പേശത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ മാത്രം അവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് വാസിക്കുന്നു. ഇങ്ങനെ 9-ാം വാക്യത്തിൽ നമ്മൾ 8-ാം വാക്യത്തിൽ അവൻ അനുസരണമുള്ളവനായി തീർന്നു. അവന് ഒരു മനിതനായിട്ടും അവൻ അനുസരണമുള്ളവനായി അവന് തകപ്പനാരും അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഇരുന്നപ്പോൾ അവൻ അനുസരണമുള്ളവനായിരുന്നു. അവന് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പിതാവായ തകപ്പനാർക്ക് അവൻ അനുസരണമുള്ളവനായി തീർന്നിരിക്കുന്നു. എന്നാൽ നമ്മൾ 9-ാം വാക്യത്തിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തിയ നമ്മളിത് വാസിച്ചാച്ചേ. എന്നാലും അതുകൊണ്ട് ആ തകപ്പനായ ആണ്ടവർ അവനെ എന്നാ ചെയ്യിച്ച് അവനെ ഉയർത്തിയാച്ച്. എത്ര മട്ടും ഉയർത്തിയാച്ച് നമ്മൾ വാസിക്കുന്ന അവൻ താൻ ന്യായാധിപൻ, അവൻ്റെ വചനമനുസരിച്ച് ന്യായം നടത്തുന്ന ന്യായം പണ്ണുന്ന അവനർത്ഥം. അതുമല്ല, സകല ജാതികൾക്കും സകല വംശങ്ങൾക്കും എല്ലാവർക്കും ന്യായം പണ്ണുന്നവൻ അവൻ താൻ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ന്യായം പണ്ണുന്നവൻ താൻ. അവൻ ആണ്ടവർ. അതുമല്ല, ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും ന്യായം പണ്ണുന്ന അവൻ താൻ. സ്വർഗദൂതന്മാർക്കും ന്യായം പണ്ണുന്ന അവൻ താൻ. അങ്ങനെയുള്ള ആണ്ടവർ അവനെ അത്രമാത്രം തകപ്പനായ ആണ്ടവർ അവനെ ഉയർത്തിയാച്ച്. 10-ാം വാക്യത്തിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്, അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ
സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും. ഇങ്ങനെ നമ്മൾ 3 കൂട്ടം ആൾക്കാരെ നമ്മളിങ്ങനെ കാണുന്നത്. 3 കൂട്ടം ആരെങ്കിൽ സ്വർഗത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ പറ്റി, അതായത് ദൂതന്മാരും അല്ലെങ്കിൽ സ്റ്റാർസ്, അതെല്ലാം സ്വർഗത്തിൽ ഇരിക്കുന്ന എല്ലാത്തിനും ഭൂമിയിലുള്ള സകലത്തിലും അധോലോകത്തിൽ ഇരിക്കുന്ന സകലത്തെയും അവൻ അധിപതിയായ എന്ന് നമ്മൾ ഇങ്ങനെ വാസിക്കുന്നത്. എന്താ വാസിക്കുന്നത്? അതുകൊണ്ട് അവൻ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടുത്തും. അതുകൊണ്ട് അവരെല്ലാം അവൻ്റെ മുമ്പിൽ മുട്ടുമടങ്ങുമെന്ന് ചൊല്ലിയാൽ അവൻ താൻ ആണ്ടവർ, അല്ലെങ്കിൽ അവൻ താൻ രാജാവ്, അവൻ താൻ എല്ലാത്തിനും യോഗ്യൻ എന്ന് ചൊല്ലി നമ്മൾ മുട്ടുമടങ്ങും. നമ്മൾ എപ്പോഴത്താൻ മുട്ടുമടങ്ങും? നമ്മൾ ആരുടെ മുമ്പിൽ താൻ മുട്ടുമടങ്ങും? ആണ്ടവരുടെ മുമ്പിൽ. ഇവൻ താൻ ആണ്ടവർ എന്ന് ചൊല്ലി അവരുടെ മുട്ടുകളെ മടക്കും. നമുക്ക് പാക്കലാം. താപ്പനായ ആണ്ടവർ അവന് കൊടുത്ത മഹത്വം എത്ര വലുതെന്ന് നമുക്ക് പാക്കലാം. അവൻ എന്നെ അയച്ചേ അവൻ്റെ മുൻപിൽ സകലരും അവൻ്റെ മുന്നിൽ മുട്ടുമടങ്ങിടും. അതായത് അവനെ ദൈവമെന്ന് എല്ലാവരും ചൊല്ലിടും. ഇപ്പോൾ നിങ്ങൾ ചൊല്ലിയില്ലെങ്കിൽ പറവായില്ല, പക്ഷേ അന്ന് അവൻ്റെ ന്യായാസനത്തിലിരിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ മുമ്പിൽ മുട്ടുമടങ്ങിയേ പറ്റൂ. മുട്ടുമടങ്ങി അവൻ്റെ മുമ്പിൽ നീതാൻ ആണ്ടവർ, നീതാൻ പരിശുദ്ധൻ, നീതാൻ ദൈവം കടവുൾ, നീതാൻ സകലവും നിർമ്മിച്ചവൻ, നീതാൻ സകലത്തിനും അധിപൻ, നീതാൻ രാജാവ്, നീതാൻ കടവുൾ എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുകളെ മടങ്ങും. നമുക്ക് ഇങ്ങനെ പൗലോസ് അതുതാൻ ചൊല്ലുന്നത്, ഇപ്പോൾ നിങ്ങൾ മുട്ടുമടങ്ങിയില്ലെങ്കിൽ അന്ന് നിങ്ങൾ മുട്ടുമടങ്ങാതെ ആരുമേ പോകാൻ പറ്റാതെ ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരുമേ മുട്ടുമടങ്ങിയേ പറ്റുകയുള്ളൂ. അവൻ്റെ മുമ്പിൽ മടങ്ങും എന്ന് നമ്മൾ വാസിക്കുന്നു. 9-ാം വാക്യത്തിൽ, നമ്മൾ 10-ാം വാക്യത്തിൽ എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങൾ ഏറ്റു പറയുന്നില്ല, നിങ്ങൾ ചൊല്ലുകയാണ്, എനിക്ക് ആണ്ടവരായ യേശുക്രിസ്തു എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാൻ ആണ്ടവരായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കാതെ, അല്ലെങ്കിൽ ആണ്ടവരായ യേശുക്രിസ്തു അല്ല ഞങ്ങളുടെ കടവുള്, ഞങ്ങളുടെ കടവുളാര്, ഞങ്ങളുടെ കടവുള് ഈ കാണുന്ന 4000 കോടി ഈ ആണ്ടവരിക്ക് അവർ താൻ ഞങ്ങളുടെ കടവുള് എന്ന് പറഞ്ഞ് നിങ്ങൾ അവനെ നമസ്കരിക്കുകയും നിങ്ങൾ ഒരു കല്ലുകൊണ്ടും മരം കൊണ്ടും അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടും സ്വർണം കൊണ്ടും അല്ലെങ്കിൽ വെള്ളി കൊണ്ടും ഒക്കെ നിങ്ങൾ ആണ്ടവരെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ അവരുടെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ, ആണ്ടവരുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് ഒരു ദിവസം വരും. ആ ദിവസം നിങ്ങൾ അവന് മഹിമ കൊടുക്കേണ്ടി വരും, അവരുടെ മുമ്പിൽ വണങ്ങേണ്ടി വരും. അന്ന് നീ ചൊല്ലേണ്ടി വരും, ആണ്ടവരെ നീതാൻ പെരിയവൻ, നീതാൻ വലിയവൻ, നീതാൻ നിനക്ക് സകല മഹിഴ്ചയും ഞങ്ങൾ തരുന്നു. ഞങ്ങൾ മഹിഴുവോ, ഞങ്ങൾ മകഴ്ന്ന് നിന്നെ സ്തുതിക്കുവോ, നിന്നെ പുകഴ്ത്തുവോ. നീതാൻ യോഗ്യൻ എന്ന് ചൊല്ലി നമ്മൾ പാക്കും. നമ്മൾ അതേ വചനങ്ങൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വാസിക്കുന്ന 4-ാം അധ്യായത്തിൽ അങ്ങ് എല്ലാവരുമേ അവൻ്റെ മുന്നിൽ മുറ്റുമടങ്ങി. നീ മതിയായവൻ, നീ നല്ലവൻ, നീ പെരിയവൻ, നീ പവിത്രൻ, നീ പരിശുദ്ധൻ, നീതാൻ ഞങ്ങളുടെ രാജാവ്, അല്ലെങ്കിൽ നീതാൻ ഞങ്ങളുടെ കടവുള് എന്ന് ചൊല്ലി നീ അവനെ നമിക്കും. അന്ന് നീ നമിക്കും. എന്നാൽ നമ്മൾ ഇന്ന് നമിച്ചാൽ നമ്മൾ അവനോടൊപ്പമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നീ നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് നീ വിചാരിച്ചിട്ട് നീ നരകത്തിലേക്ക് പോകണമോ സ്വർഗത്തിലേക്ക് പോകണോ? ആണ്ടവരുടെ കൂടെ വസിക്കണമോ, അതോ നീ പിശാചിൻ്റെ കൂടെ വസിക്കണമോ? നീ സ്വർഗത്തിൽ സുഖം നിന്നെ അനുഭവിക്കണമോ, അതോ നരകത്തിൽ നരകാഗ്നിയിൽ അല്ലെങ്കിൽ ഗന്ധകം കത്തുന്ന പൊയ്കയിൽ, ഗന്ധകം കത്തുന്ന തീയിൽ, അല്ലെങ്കിൽ തീയുടെ തീയിലേക്ക് വീഴേണ്ട ആവശ്യം
തീയിലേക്ക് വീഴുകയാണോ വേണ്ടത്? അത് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ താൻ അതിനെ എന്നെ പറയണം. നിങ്ങൾ തന്നെ അതിന് ഉത്തരവാദി. നിങ്ങൾ ആണ്ടവരെ നിങ്ങൾ കർത്താവ് എന്ന് ചൊല്ലി വിശ്വസിച്ചാൽ അന്ന് നിങ്ങൾക്ക് കർത്താവേ എന്ന് ചൊല്ലി നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകേണ്ടി വരത്തില്ല. നിങ്ങൾ നരകത്തിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്, അഗ്നിജാലയിൽ താൻ പോകാൻ ആഗ്രഹിക്കുന്നത്, ഗന്ധം കത്തുന്ന പൊയ്യിൽ താൻ പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തിന്നുന്ന ആ ഇടത്തേക്കാണ് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ലാതെ വിഷമിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ദേഹം മുഴുവനും കത്തിക്കൊണ്ട് അതിവേദനയോടെ കരഞ്ഞ് പല്ല് കഴിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുവാനാണോ ആഗ്രഹിക്കുന്നത്? അതോ എന്തുവാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ദൈവത്തെ ഇന്ന് സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇതിലെല്ലാം പോയിടും. എന്നാൽ ആണ്ടവരായ യേശുക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചാൽ എന്നെ പറ്റും, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവും. അന്ന് നിങ്ങൾക്ക് ജയോത്സവമായിരിക്കും, നിങ്ങൾക്ക് സന്തോഷം கிடைക്കും, നിങ്ങൾക്ക് സമാധാനം கிடைക്കും, നിങ്ങൾക്ക് ഈ ദുഃഖം എല്ലാം മാറിയിടും. നിങ്ങൾ ആണ്ടവരോടൊപ്പം നിങ്ങൾ വസിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളും രാജാക്കന്മാരായി, നിങ്ങളും ആണ്ടവരെ രാജാക്കന്മാരായി ലോകത്തെ വാഴുന്ന കാലം അതിശീഘ്രമായി വന്നിടും. അത് നീ വിസാരിച്ചിട്ട് നമ്മൾ കാണുന്നത് എന്നെ വാസിക്കുന്ന എല്ലാ നാവും ഇന്ന് ആണ്ടവരെ സ്വീകരിക്കാത്ത എല്ലാ നാവും അവരെ ആണ്ടവരായ യേശുക്രിസ്തു ദൈവമെന്ന് ചൊല്ലിടും എന്നാണ് ചൊല്ലിയിടുന്നത്. എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പറഞ്ഞാൽ ലോഡ് അല്ലെങ്കിൽ ആണ്ടവർ അല്ലെങ്കിൽ കടവുൾ എന്ന് ചൊല്ലി കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. തകപ്പനായ ആണ്ടവരുടെ മുമ്പിൽ നിങ്ങൾ ഏറ്റുപറയേണ്ടി വരും. നിങ്ങൾ അതിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ കിടക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ചെയ്യാം. അന്ന് നിങ്ങൾ ദുഃഖത്തോടെ നെടുവീർപ്പോടെ കണ്ണീരോടെ നിനക്ക് ചൊല്ലേണ്ടി വരും. എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ചേ, ആണ്ടോട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടോടെ അനുഗ്രഹം നിങ്ങൾ വരട്ടെ. ആണ്ടോട് നിങ്ങളുടെ ദൈവമാണ്. അവനെ നിങ്ങൾ വിശ്വസിച്ചാൽ അവൻ നിങ്ങൾക്ക് ആ നരകത്തിൽ തീപ്പൊയ്യയിൽ നിങ്ങൾക്ക് പോകേണ്ടി വരാതെ അന്ന് നിങ്ങൾക്ക് ആണ്ടോടെ മുമ്പിൽ ഇന്ന് മടങ്ങിയില്ലെങ്കിൽ അന്ന് മടങ്ങണം. അന്ന് നിങ്ങൾ ആണ്ടോടൊപ്പം അവൻ്റെ പ്രിയരായിട്ട് അവൻ നമ്മളെ രാജാക്കന്മാരാക്കി വെക്കുമ്പോൾ അവരുടെ രാജാവും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ വാസിക്കുന്നു. അപ്പടി നമുക്ക് ആണ്ടോടൊപ്പം ആയിരിക്കണമോ അതോ നരകത്തിലേക്ക് പോകണമോ? അത് നിങ്ങൾ വിചാരിക്കുക. ഇത് നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തെ പറ്റിയാണ് ഞാൻ ഇങ്ങനെ പേശ് ചെയ്ത്. അതുകൊണ്ട് നിങ്ങൾ പാത്തിൽ നമ്മൾ അപ്പോസ്തലൻ അവൻ്റെ സ്വഭാവം നിങ്ങൾ ഇരിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്ക് ഞാൻ മുടിക്കുന്നു. ആണ്ടോടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.